ഏകദേശം 20 ലക്ഷത്തോളം ഇന്ത്യക്കാർ താമസിക്കുന്ന ഒരു രാജ്യമാണ് മലേഷ്യ. മലേഷ്യയുടെ ജനസംഖ്യയുടെ 7% ഇന്ത്യക്കാരാണ്. മലേഷ്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ജനവിഭാഗമാണ് ഇന്ത്യക്കാർ. ഏറ്റവും കൂടുതൽ ഉള്ളത് മലയ് വിഭാഗക്കാരും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ചൈനീസ് വിഭാഗക്കാരുമാണ്. അതിനുശേഷമാണ് ഇന്ത്യക്കാർ വരുന്നത്. തമിഴ്നാട്ടുകാരും മലയാളികളും തെലുങ്കന്മാരും പഞ്ചാബികളും ഇവിടെയുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ ധാരാളം മലേഷ്യക്കാർ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്. മലേഷ്യ ഒരു മുസ്ലിം രാജ്യമാണെങ്കിലും മലയാളി മുസ്ലിങ്ങൾ തങ്ങളുടേതായ രീതിയിലാണ് മതപരമായ ആഘോഷങ്ങൾ നടത്തുന്നത്. പൊതുവെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളെ മലേഷ്യയിൽ മാമാക്ക് റെസ്റ്റോറൻറ്റ് എന്നാണ് വിളിക്കുക. ഇന്ത്യൻ മുസ്ലിങ്ങളെ മലേഷ്യക്കാർ ബഹുമാന പുരസ്സരം വിളിക്കുന്ന ഒരു വാക്കാണ് മാമാക്ക്. മലേഷ്യയിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരിൽ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഡോക്ടർമാരിൽ പകുതിയോളം ഇന്ത്യക്കാർ തന്നെയാണ്. മലേഷ്യയിലെ ഇന്ത്യക്കാരുടെ വരുമാനം പൊതുവെ മലേഷ്യക്കാരേക്കാൾ കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത്. തമിഴ്നാട്ടിലെ ചെട്ടിയാർ വംശജരായ ബിസിനസ്സുകാർ മലേഷ്യയിൽ ഉയർന്ന സാമ്പത്തിക നിലയിൽ എത്തിയിട്ടുണ്ട്. പോലീസിലും പട്ടാളത്തിലും ജോലി ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പഞ്ചാബികളെ മലേഷ്യയിലേക്ക് കൊണ്ടുവരികയും പിന്നീട് അവർ മലേഷ്യയിൽ തന്നെ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. അതുപോലെ പല ഇന്ത്യക്കാരും മലേഷ്യയുടെ വൻകിട കമ്പനികളുടെ ഉടമസ്ഥരായി മാറിയിട്ടുണ്ട്. മലേഷ്യയിലെ മികച്ച സ്കൂളുകളിലെ ഇംഗ്ലീഷ് അധ്യാപകർ ഭൂരിഭാഗവും ഇന്ത്യക്കാരായിരുന്നു. പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മിഷണറി സ്കൂളുകളിൽ ധാരാളം ഇന്ത്യൻ അധ്യാപകരെ ഉപയോഗിച്ചതുകൊണ്ട് ഉയർന്ന നിലവാരം പുലർത്തുവാൻ അവർക്ക് സാധിച്ചു. മലേഷ്യയിലെ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും കൂടുതൽ സേവനമനുഷ്ഠിച്ചത് ഇന്ത്യക്കാരാണെന്ന് മലേഷ്യക്കാർ സമ്മതിക്കുന്നുണ്ട്. മലേഷ്യയിലെ ഇന്ത്യക്കാർക്ക് അവരുടെ പൗരത്വം ലഭിച്ചുവെങ്കിലും മലയ് വംശജർക്ക് തുല്യമായ ആനുകൂല്യങ്ങളും സർക്കാർ സഹായങ്ങളും ലഭിക്കുന്നില്ല. അതുകൊണ്ട് മലേഷ്യയിലെ ഇന്ത്യക്കാർ എപ്പോഴും ഗവൺമെന്റിനെതിരെ പരാതി പറയുന്നു. 16 വർഷം മുമ്പ് ഹിന്ദ്-റാഫ് എന്ന സംഘടന ഒരു വലിയ റാലി നടത്തി. ഇന്ത്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു മലേഷ്യൻ സംഘടനയാണ് ഹിന്ദ്-റാഫ്. 30 ഇന്ത്യൻ സംഘടനകൾ ഒരുമിച്ച് ചേർന്നാണ് ഈ സംഘടന ഉണ്ടാക്കിയത്. 30,000-ഓളം ഇന്ത്യക്കാർ പെട്രോനാസ് ട്വിൻ ടവേഴ്സിന്റെ മുമ്പിൽ തടിച്ചുകൂടുകയും സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുകയും ചെയ്തു. ഈ പ്രകടനത്തെ ശക്തമായ രീതിയിൽ എതിരിട്ട മലേഷ്യൻ ഗവൺമെന്റ് 240-ഓളം ഇന്ത്യക്കാരെ അറസ്റ്റ് ചെയ്തു. പലർക്കുമെതിരെ രാജ്യദ്രോഹ കുറ്റമാണ് ചുമത്തിയതെങ്കിലും മലേഷ്യൻ കോടതികൾ ഇത് അംഗീകരിച്ചില്ല. ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ കാരണം ധാരാളം ഇന്ത്യക്കാർ മലേഷ്യ വിടുകയും യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കും കുടിയേറുകയും ചെയ്തു. ഇപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാർ മലേഷ്യയിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ധൃതി കാണിക്കുന്നു. അടുത്ത കാലത്തായി മലേഷ്യയിലെ ഗവൺമെന്റും ഇന്ത്യക്കാരും തമ്മിൽ ഏറെക്കുറെ ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ 16 ഇന്ത്യക്കാർക്ക് മലേഷ്യൻ പാർലമെന്റിലേക്ക് ജയിക്കുവാൻ പറ്റി. ഒരു കാലത്ത് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായിരുന്ന ഹിന്ദ്-റാഫ് സംഘടന ഇപ്പോൾ ഭരണകക്ഷിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ മലേഷ്യൻ ഗവൺമെന്റിൽ ഒരു ഇന്ത്യൻ മന്ത്രിയും ഒരു ഇന്ത്യൻ ഡെപ്യൂട്ടി മന്ത്രിയും ഉണ്ട്. മലേഷ്യയിലെ ഭക്ഷണത്തിൽ ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. മലേഷ്യൻ ഭക്ഷണരീതികളും ഇന്ത്യൻ ഭക്ഷണരീതികളും തമ്മിൽ വളരെയധികം സാദൃശ്യമുണ്ടാവാൻ കാരണം തലമുറകളായി ഉണ്ടായ കൊടുക്കൽ വാങ്ങലുകളാണ്. മനോഹരമായ അനേകം റെസ്റ്റോറൻറ്റുകൾ മലേഷ്യയുടെ തലസ്ഥാനമായ കോലാലംപൂരിലുണ്ട്. ബൺ ചോൺ റെസ്റ്റോറൻറ്റ് പസാർ സേനി മെട്രോ സ്റ്റേഷന് അടുത്താണ്. 100 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന ഈ റെസ്റ്റോറൻറ്റിൽ ന്യൂഡിൽസും മറ്റ് ചൈനീസ് വിഭവങ്ങളും ലഭിക്കുന്നു. മരം കൊണ്ടുള്ള കസേരകളും മരം കൊണ്ടുള്ള ഏണിപ്പടികളും അലങ്കാരപ്പണികളുമുള്ള ഈ റെസ്റ്റോറൻറ്റ് പഴയകാലത്തെ മലേഷ്യൻ റെസ്റ്റോറൻറ്റുകളുടെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ ലായ് ഫൂങ് റെസ്റ്റോറൻറ്റ് 70 വർഷം പഴക്കമുള്ളതാണ്. പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു ചൈനീസ് കോഫി ഷോപ്പാണ് ലായ് ഫൂങ് റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ ബീഫ് നൂഡിൽസ്, ചിക്കൻ റൈസ്, പ്രോൺ നൂഡിൽസ് എന്നിവ പേരുകേട്ടതാണ്. അതുപോലെ സൂങ് കി റെസ്റ്റോറൻറ്റ് ബീഫ് ബോൾ നൂഡിൽസിന് പ്രശസ്തി നേടിയതാണ്. മസ്ജിദ് ജമക് മെട്രോ സ്റ്റേഷന് അടുത്താണ്. ഇവിടുത്തെ പ്രത്യേക വിഭവം ബീഫ് ബോൾ നൂഡിൽസ് ആണ്. 78 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു റെസ്റ്റോറൻ്റാണ് സൂങ് കി റെസ്റ്റോറൻറ്റ്. ഡ്രൈ നൂഡിൽസും പ്രത്യേകം ഒരു പാത്രത്തിൽ ബീഫ് ബോൾസുമാണ് ഈ റെസ്റ്റോറൻറ്റിൽ നൽകുന്നത്. അതുപോലെ ടെക്സാസ് ചിക്കൻ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. ഞായറാഴ്ച പോലും ഈ കടക്ക് അവധിയില്ല. പാശ്ചാത്യ രീതിയിലുള്ള ഭക്ഷ്യവിഭവങ്ങളാണ് ടെക്സാസ് ചിക്കൻ റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്നത്.